പിരായിരി പഞ്ചായത്ത് എന്ന് പറയുന്നത് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസമുള്ള മേഖലയാണ്. കോൺഗ്രസിന്റെ ആത്മവിശ്വാസത്തിന്റെ കാരണം എന്ന് പറയുന്നത് LDFനും BJPക്കും സമാഹരിക്കാൻ കഴിയുന്നതിന്റെ ഇരട്ടി വോട്ട് പിരായിരി പഞ്ചായത്തിൽ നിന്ന് മാത്രം കഴിഞ്ഞ തവണയൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ട് UDF എന്നുള്ളതാണ്. അതായത് 6355 വോട്ട് NDAയും 6614 വോട്ട് LDFും കഴിഞ്ഞ തവണ ഇവിടുന്ന് സമാഹരിച്ചപ്പോൾ 12815 വോട്ടാണ് ഇവിടെ നിന്ന് UDFന്റെ കോട്ടയിൽ വീണത്. പിരായിരി എണ്ണി തുടങ്ങിയപ്പോഴാണ് കഴിഞ്ഞ തവണ BJPക്ക് കാലിടറിയത് എന്നുള്ളത് വ്യക്തമായിരുന്നു. അതായത് രണ്ട് മുന്നണികൾക്ക് സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകൾ ഇവിടെ നിന്ന് ഏകപക്ഷീയമായി കോൺഗ്രസിന് സ്വന്തമാക്കാൻ കഴിയുന്ന സാഹചര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കളിയൊക്കെ, ഈ കഥയൊക്കെ, ഈ സമവാക്യങ്ങളൊക്കെ മാറിയിരിക്കുന്നു. കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ് എല്ലാവരുടെയും ആത്മവിശ്വാസം എന്ന് പറയുന്നത്. അതിനനുസരിച്ച് ഗ്രൗണ്ട് ലെവലിൽ വലിയ തോതിൽ അധ്വാനം ചെലുത്തിയിട്ടുണ്ട് മുന്നണികൾ എന്നുള്ളതാണ് അവരുടെയൊക്കെ ആത്മവിശ്വാസം. നമുക്ക് ആളുകളുടെ പ്രതികരണം കൂടി നോക്കാം എന്ന് വിചാരിക്കുന്നു. ചേട്ടാ പിരായിരി ആർക്കാണ് സ്വാധീനം? കോൺഗ്രസിനാണ്. ഇത്തവണ മാറ്റം ഉണ്ടാവുമോ? വലിയ പ്രചാരണമൊക്കെ ആയിരുന്നല്ലോ. അറിയില്ല, പ്രാവശ്യം ഫലം വരണം. ആണല്ലേ ചേട്ടാ, ഉറച്ച വോട്ട് ആരുടെയാ? ഉറച്ച വോട്ടാന്നിപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം വെച്ചാൽ മൂന്ന് മുന്നണികളും നല്ല രീതിയിൽ പ്രവർത്തനം നടത്തിയിരുന്നുണ്ട്. ആര് വന്നാലും നാട്ടിന് പറ്റിയ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ അതായത് പുതിയ സ്ഥാനാർത്ഥികൾ ഒക്കെ വരുന്ന സമയമാണ്. കോൺഗ്രസിന്റെ രാഹുൽ ഇവിടെ ഈ നാട്ടിന് തന്നെ പുതിയ ഒരാളാണ്. കൃഷ്ണകുമാർ ആണെങ്കിൽ ധാരാളം മത്സരങ്ങളിൽ ഇവിടെ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. കോൺഗ്രസിലേക്ക് തന്നെ, കോൺഗ്രസിൽ നിന്ന് അപ്പുറത്തേക്ക് വന്ന CPMന്റെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. അപ്പോൾ നാടിന് നല്ലത് ചെയ്യുന്ന ആളുകളൊക്കെ സ്ഥാനാർത്ഥികളാകണം, അവരൊക്കെ മത്സരിക്കണം, അവരൊക്കെ വിജയിക്കണം എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ ഒരു സ്ട്രോങ് ഹോൾഡാണ്, ഇരട്ടി വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന ഇടമാണ്. നമുക്ക് കൂടുതൽ ചോദിക്കാം. ചേട്ടാ, പിരാരിയിൽ ആർക്കാ സ്വാധീനം? രാഹുൽ മാങ്കുടത്തിൽ ആണല്ലേ? കോൺഗ്രസിന്റെ സ്ഥലമാണ്. അതെ. വലിയ പ്രചാരണവും വിവാദമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ സ്വാധീനിക്കുമോ നിങ്ങളുടെയൊക്കെ വോട്ടിനെ? ചാൻസ് ഇല്ല. ആണല്ലേ ചേട്ടാ, ഇവിടെ മറ്റുള്ള പാർട്ടികൾക്കൊക്കെ ഉള്ള സ്വാധീനം എങ്ങനെയാണ്? ഇവിടെ വിജയിക്കാൻ പോകുന്ന രാഹുൽ മാങ്കൂട്ടൻ തന്നെയാണ്. വികസനത്തിനോടൊപ്പം മതസൗഹാർദ്ദം കൂടെ ഇവിടെ നിലനിൽക്കണമെങ്കിൽ എല്ലാവരും കോൺഗ്രസിന് വോട്ട് ചെയ്യുക. എന്താ ഈ മതസൗഹാർദ്ദം പറയാൻ ഇപ്പോഴത്തെ വിവാദങ്ങളൊക്കെ കാരണമുണ്ടോ? എല്ലാ മതക്കാരും ഒരുപോലെ കാണുന്ന രീതിയിൽ തന്നെ കോൺഗ്രസ് തന്നെ വരണം. ആണല്ലേ? ഇരട്ടി വോട്ടാണ് എല്ലാ തവണയും കോൺഗ്രസ് ഇവിടുന്ന് സമാഹരിക്കുന്നത്. പിരായിരി മണ്ഡലം എന്തായാലും കോൺഗ്രസിന് അനുകൂലമായിട്ട് തന്നെ വരുള്ളൂ. ഈ പ്രാവശ്യം എന്തായാലും ഒരു 5000 മുകളിൽ വോട്ടിൽ ജയിക്കുന്നതായിരിക്കും. താങ്ക് യു. നേരത്തെ പറഞ്ഞതുപോലെ 12835 വോട്ടുകളാണ് കഴിഞ്ഞ തവണ കോൺഗ്രസ് ഇവിടുന്ന് സമാഹരിച്ചത്. അതിന് തുല്യമായ അല്ലെങ്കിൽ അതിന് സമാനമായ ഒരു പ്രവർത്തനം ഇത്തവണയും ഉണ്ടാകും. വോട്ടും